അസ്സലാമു ഞാനൊരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല കിഡിലും ചിക്കൻ കറിയാണ് കേട്ടോ. വലിയ മെനക്കെടൊന്നുമില്ല, ഉള്ളി വഴറ്റി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നല്ല രുചിയുള്ളൊരു കറിയാണ്. ഇത് ഞാൻ ഒരു ഇലക്ട്രിക് കുക്കറിലാണ് ചെയ്തിട്ടുള്ളത്. ഗീക്ക് റോബോകുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുക്കറാണ്. അപ്പോൾ അതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞാനത് അൺബോക്സ് ചെയ്യുകയാണ്. കുറച്ച് ദിവസമായി എനിക്ക് കിട്ടിയിട്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കുക്കറാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ അകത്ത് വേറൊരു പെട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവർ അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ജസ്റ്റ് താങ്ക് യു എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലാണ് വാറണ്ടി കാർഡൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഈ പിക്ചറിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഈ കുക്കർ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ മേളിലായിട്ട് 2-3 ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ നമുക്ക് പിന്നെ നോക്കാം. ഇത് തെർമോക്കോളൊക്കെ വെച്ചിട്ട് നല്ല സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ഒക്കെയാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നല്ല സേഫ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമായിട്ട് ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിൻ്റെ അടുത്തോട്ട് നമ്മളത് തിരിക്കുന്ന സമയത്ത് ഇത് തുറന്ന് വരും. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചൂടുള്ളത് പിടിക്കാനായിട്ട് 2 സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മൾ സിലിക്കണിൻ്റെയാണ്, നമ്മൾ സാധാരണ കിച്ചണിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഉള്ളത് ഇതുപോലെ ഒരു സ്പൂണും പിന്നെ ഒരു മെഷറിങ് കപ്പും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ മെഷർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്തുള്ളത് ഒരു കേബിളാണ്, നമുക്കിത് കുത്താനുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിനകത്താണ് നമ്മളിത് കുക്ക് ചെയ്യുന്ന പോട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് പുറത്തോട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. നോൺ സ്റ്റിക്ക് കോട്ടിങ് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 2-3 ബുക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് നമുക്ക് റെസിപ്പീസ് ഉണ്ട്. നമുക്ക് എല്ലാ സംഭവങ്ങളും എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, എത്ര ഡിഗ്രിയിലാണ്, കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമുക്കിത് നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, അതേപോലെ തന്നെ റൈസ്, കറി ഐറ്റംസ്, ഫ്രൈ ഐറ്റംസ് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു മാനുവൽ ബുക്ക് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാനുള്ള യൂസർ മാനുവലാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു ചിക്കൻ കറി വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എളുപ്പത്തിന് ഈ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ കുറച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം, ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. പിന്നെ നമ്മളിത് ഒരു 1/4 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ഒത്തിരി വലിയ പീസല്ല. ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 2 ഇട്ട് എടുത്തിട്ടുള്ളത്, ടോട്ടൽ 3 എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, കാശ്മീരി അല്ല. കാരണം ഇതിൻ്റെ കറിക്കൊരു ചെറിയൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിത് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കിംഗ് പോട്ട്. ഇവിടെയാണ് നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഓൺ ഓഫ് സ്വിച്ചൊക്കെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് 2-ാം പാലും 1 കപ്പ് 1-ാം പാലുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങൻ്റെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പാലെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള കറിയല്ല. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം ഗ്രേവി ഉള്ള ഒരു കറിയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് വെക്കാൻ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ കുക്കർ പോലെ വിസിൽ വരുന്നത് നോക്കിയിട്ടല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ആരോ മാർക്ക് ലോക്കിൽ ഒന്ന് ക്ലോസിൽ വന്ന് ഒന്ന് ചെയ്യുക. അപ്പോൾ അത് ലോക്ക് ആയിക്കോളും. പിന്നെ നമ്മൾ ഇവിടെയാണ് പ്രഷർ റിലീസ് ചെയ്യുകയും ഇതാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമ്മൾ അത് നോക്കിയിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓണാക്കി വെച്ചിട്ടുണ്ട്.
ദേ. പിന്നെ നമ്മളിവിടെ നോൺ വെജ് സെക്ഷനിൽ പോവുക. എന്നിട്ട് അവിടെ നമ്മൾ ചിക്കനിലോട്ട് 3 വട്ടം പ്രസ് ചെയ്യുമ്പോൾ ചിക്കനിലോട്ട് പോവും. അപ്പോൾ ചിക്കൻ വേവാനായിട്ട് 20 മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പകുതി വേവായാൽ മതി. അപ്പോൾ ഞാനൊന്ന് ടൈം കുറച്ചിട്ട് 10 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓണായി. ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ 2-3 ബീപ്പ് സൗണ്ട് വരും. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേ നമുക്കിനി ഓൾറെഡി ഇതിൽ പ്രഷർ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പ്രഷർ പോവും. പ്രഷർ മൊത്തം പോയിട്ട് അതൊന്ന് ഡ്രോപ്പ് ആവുന്ന സമയത്താണ് നമ്മളിത് തുറക്കുന്നത്. ഇപ്പോൾ പ്രഷർ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ചിക്കൻ പകുതി വേവാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു തീ ഒന്നും കൂടി ഒന്ന് മാനുവലിൽ സെറ്റ് ചെയ്യാം. ആദ്യം മാനുവൽ അടിക്കുക. എന്നിട്ട് നമ്മളിവിടെ സ്ട്രോങ്ങിലാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രോങ് ആകുമ്പോൾ അത്യാവശ്യം തീ കൂടുതലായിരിക്കും നമ്മൾ ഗ്യാസിൽ ചെയ്യുന്ന പോലെ. അപ്പോൾ 1 മിനിറ്റ് നമുക്കിതൊന്ന് സ്ട്രോങ്ങിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി അത് മാനുവലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഭയങ്കരമായിട്ട് യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ജസ്റ്റ് ഒരു തവണ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/4 പാല് ചേർത്ത് കൊടുക്കാം. അത് 1 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണമെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിനി തിളപ്പിച്ചെടുക്കുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു ഇച്ചിരി നേരം നമുക്ക് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യണം. അപ്പം ഞാനിതിപ്പോൾ ഓഫ് ചെയ്യുന്നുണ്ട്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് താളിച്ച് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ കറിവേപ്പിലയും ചുവന്ന മുളകും ഞാൻ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതായത് നാടൻ കറിയാണ് കേട്ടോ. അടിപൊളിയാണ് കഴിക്കാനായിട്ട്. പത്തിരിയുടെ ഒക്കെ കൂടെ പൊളിയാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുക്കറിനകത്ത് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ നോർമൽ കുക്കർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിളാണ്. കാരണം നമുക്ക് എല്ലാത്തിനും ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാൻ പോവാം. പിന്നെ ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമേ വരുന്നില്ല. അത് കറക്റ്റായിട്ട് ആ ടൈം ആകുമ്പോൾ ഓഫ് ആയിക്കോളും. അതുപോലെ നമുക്ക് വഴറ്റാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ ഐറ്റംസും ഇതിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ കുക്കറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എപ്പോഴും പറയണ പോലെ തന്നെ പെട്ടെന്ന് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.